മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി മിന്റോ രണ്ടാമനായിരുന്നു. 1906-ൽ വൈസ്രോയി മിന്റോയെ കാണാൻ പോയ സിംല പ്രതിനിധി സംഘത്തെ നയിച്ചിരുന്നത് ആഗാ ഖാനായിരുന്നു. 1906 ഡിസംബർ 30-ന് മുസ്ലിം ലീഗ് രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചവരായിരുന്നു ആഗാ ഖാൻ, നവാബ് സലീമുള്ള, മുഹസിൻ ഉൽ മുൽക്ക്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആഗാ ഖാനായിരുന്നു. അതേപോലെ മുസ്ലിം ലീഗ് രൂപീകരണത്തിൻ്റെ വേദിയായി അറിയപ്പെടുന്നത് ധാക്കയാണ്. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയായി അറിയപ്പെടുന്നത് മൗലാന മുഹമ്മദ് അലി രചിച്ച ഗ്രീൻ ബുക്കാണ്. മുസ്ലിം ലീഗിൻ്റെ ശാഖ 1908-ൽ സയ്യിദ് അമീർ അലി ലണ്ടനിൽ ആരംഭിച്ചു. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായ വർഷം 1913-ഉം ഇതിൻ്റെ പ്രസിഡന്റായത് 1916-ലുമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണ് എന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായി സംയുക്ത സമ്മേളനം നടത്തിയത് 1916-ൽ ലക്നൌവിൽ വെച്ചാണ്. അതേപോലെ 1916-ൽ തന്നെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഒപ്പുവെച്ച വർഷവും. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനമായി കണക്കാക്കുന്നതും ലക്നൌവിനെയാണ്. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ഡോണ് 1942-ൽ മുഹമ്മദ് അലി ജിന്ന ആരംഭിച്ചു. 1929-ൽ 14 ഇന തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. പ്രത്യേക രാഷ്ട്രീയവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനമാണ് 1930-ലെ അലഹബാദ് സമ്മേളനം. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി അവതരിപ്പിച്ചത് മുഹമ്മദ് ഇഖ്ബാലാണ്. പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നതും മുഹമ്മദ് ഇഖ്ബാലാണ്. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതും മുഹമ്മദ് ഇഖ്ബാലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യനാണിത്. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇഖ്ബാലാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.